സാറിൻ്റെ ഈ വീഡിയോ കണ്ട് വളരെ സന്തോഷം. ഉള്ള കാര്യം വ്യക്തമായിട്ട് പൊതുജനങ്ങളുടെ വിഷമം എന്താണെന്നുള്ള സാർ വ്യക്തമായിട്ട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ സാറ് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് മന്ത്രിക്കും കമ്മീഷണർക്കും എത്തിച്ച് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ സാറേ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. നമ്മൾ പൊതുജനങ്ങൾ അത്ര വെറും സാധാരണക്കാരല്ല. ഇന്നത്തെ ഈ സംവിധാനത്തിന്റെ ഈ പാളിച്ചകളെ കുറിച്ച്, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഒരു KSRTC ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഒരു ചെറിയ തരത്തിലുള്ള ഒരു ആൾട്രേഷൻ നടത്താൻ പോലും അനുവാദമില്ലാത്ത രീതിയിൽ സാധാരണ ജനം ഒരു ചരക്ക് വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ. ഹായ് ഫ്രണ്ട്സ്, TJ's വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് വരുന്ന വാഹന ഉടമകളുടെ അവരുടെ ആ ക്ഷമയ്ക്കും അവരുടെ സഹനശക്തിക്കും ആദ്യമേ തന്നെ വലിയ ഒരു നമസ്കാരം. കാരണം 50 രൂപ പോലും ചെലവ് വരില്ലാത്ത ഒരു സ്മാർട്ട് കാർഡിന് വേണ്ടിയിട്ട് 200 രൂപ ഫീസായി വാങ്ങുകയും അതിനുശേഷം ആ തുക മറ്റു കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ച് ഇത് പ്രിന്റ് ചെയ്യേണ്ടുന്ന ഏജൻസിക്ക് അത് സമയത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ മാസങ്ങളോളമായിട്ട് ഈ RCയുടെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും പ്രിന്റിങ് മുടങ്ങിക്കിടക്കുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ RC പ്രിന്റിന് പകരം 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഈ പരിവാഹൻ സൈറ്റിൽ വരുത്തുന്ന ഒരു അപ്ഡേഷൻ വഴി ഈ RCയുടെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും അത് പ്രിന്റ് നമ്മുടെ അത്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉപാധി നിലനിൽക്കെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവരുടെ 200 രൂപ അത് ആ ഫീസായിട്ട് വാങ്ങിക്കോളൂ. എന്നാലും അവരുടെ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ഒരു സംവിധാനം അത് നമ്മുടെ ഈ പരിവാഹൻ സൈറ്റിൽ നടപ്പിൽ വരുത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ ആ വീഡിയോയിൽ കൂടി പങ്കുവച്ചത്. എന്നാൽ ആ വീഡിയോയുടെ ആ പ്രാധാന്യം മനസ്സിലാക്കാതെ, അതിന്റെ കണ്ടന്റ് തിരിച്ചറിയാതെ, അത് അവഗണിക്കാൻ മനസ്സ് കാണിച്ച, ഈ കേരളക്കരയിൽ ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് മനസ്സ് മരവിച്ച മലയാളിയുടെ അവരുടെ സഹനശക്തിയുടെയും ത്യാഗത്തിന്റെയും മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട്. പാലക്കാട് നിന്നും ദേവദാസ് എന്ന ഒരു സുഹൃത്ത് ഇന്നത്തെ ഈ സംവിധാനത്തിന്റെ ഈ പാളിച്ചകളെ കുറിച്ച്, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഒരു KSRTC ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഒരു ചെറിയ തരത്തിലുള്ള ഒരു ആൾട്രേഷൻ നടത്താൻ പോലും അനുവാദമില്ലാത്ത രീതിയിൽ സാധാരണ ജനം ഒരു ചരക്ക് വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് ഇക്കാര്യങ്ങളിലേക്കെല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ ദേവദാസ് എന്ന ഈ സുഹൃത്ത് അയച്ചു തന്ന ആ ശബ്ദ സന്ദേശം അത് നിങ്ങൾക്കായിട്ട് ഇവിടെ ഞാൻ കേൾപ്പിക്കുകയാണ്. അത് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം അത് അറിയിക്കുകയും ചെയ്യുക. ഇത് മാക്സിമം ഷെയർ ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹവും ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും ആ രോഷവും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇത് ഷെയർ ചെയ്യപ്പെടണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സാറിൻ്റെ ഈ വീഡിയോ കണ്ട് വളരെ സന്തോഷം. ഉള്ള കാര്യം വ്യക്തമായിട്ട് പൊതുജനങ്ങളുടെ വിഷമം എന്താണെന്നുള്ള സാർ വ്യക്തമായിട്ട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ സാറ് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് മന്ത്രിക്കും കമ്മീഷണർക്കും എത്തിച്ച് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ സാറേ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. നമ്മൾ പൊതുജനങ്ങൾ അത്ര വെറും സാധാരണക്കാരല്ല. ഇന്ന് എല്ലാം അറിയുകയും പലതും ഈ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആൾക്കാർ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അഡ്വാൻസ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ചിന്തിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ വാല്യൂ വെച്ചുകൊണ്ട് ഭരണതലത്തിലും കാര്യങ്ങളൊക്കെ മാറ്റം ചെയ്ത് ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലൊരു അഭിപ്രായം എനിക്ക് പറയുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ രാജസ്ഥാൻ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്തുകൂടാ? എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിന്റെ പോളിസി ആയിരിക്കും ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തെങ്കിലും അതിൽ നിന്നൊരു ഫൈൻ ഈടാക്കി സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഈ സർക്കാരിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ഈ ഒരു കാര്യക്ഷമമല്ലാത്ത രീതിയിൽ ഇങ്ങനെ അലസമായിട്ട് ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വാഹന ഇത് ഗതാഗത വകുപ്പിലല്ല, എല്ലാ മേഖലയിലും ഇതൊക്കെ തന്നെയാണ് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം. ഓൺലൈനിലാക്കിയത് കൊണ്ട് പെട്ടെന്ന് ജനങ്ങൾക്ക് സർവീസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ഓൺലൈനിൽ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ തുകയാണ് ആൾക്കാർക്ക് ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടയ്ക്കേണ്ട ഫീസ് കൃത്യമായിട്ട് ഇത് ഡിജിറ്റലാക്കിയതിന് ശേഷം അതിനൊരു എക്സ്ട്രാ ഫീസ് ഗവൺമെന്റ് സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതിന് പുറമെ ഓരോ സ്ഥാപനങ്ങൾ, അക്ഷയ സെന്ററോ അല്ലെങ്കിൽ അതുപോലെ നിശ്ചയിച്ചിട്ടുള്ള ഓരോ സ്ഥാപനങ്ങൾ ഈ സർവീസ് കൊടുക്കുന്നതിന് അവരുടെ ഫീസ് വേറെ മേടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആൾക്കാർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സർവീസിന്റെ ഇപ്പോൾ 500 രൂപ ചിലവാക്കുന്നവർക്ക് ഇപ്പോൾ 750 രൂപ ചിലവാണ്, 800 രൂപ ചിലവാണ്. അപ്പോൾ അത്തരത്തിൽ അധികത്തിൽ പൈസ മേടിക്കുന്ന കൃത്യമായിട്ടുള്ള സർവീസും ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അപ്രഖ്യാപിത നികുതി പിരിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ ഒരു പങ്ക് കാണും. ചിലപ്പം പൊതുജനങ്ങളോട് പറയാതെ തന്നെ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ട് പിരിക്കണം എന്നുള്ളൊരു സമീപനമായിരിക്കും. എന്തോ അത് ഞാൻ സംശയിക്കുന്നു അങ്ങനെ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ള സാറേ, നമ്മൾ ഈ വാഹനം റീടെസ്റ്റ് ചെയ്യുന്നതിന് എവിടെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പഴഞ്ഞ പരിപാടിയാണ്.
ഈ ഓൺലൈൻ സംവിധാനമൊക്കെ ഇത്രയും അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വാഹനത്തെ സംബന്ധിച്ച് അതിന് മറ്റ് ബാധ്യത പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി ഇതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, ഫീസ് അടച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ ഈ വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ സാധാരണപ്പെട്ട ഈ ആൾക്കാർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ വാഹനം ടെസ്റ്റിന് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? ഇപ്പം ഇവിടെ പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി മലപ്പുറത്ത് ഓടുന്നു, അതിന്റെ RC ഓണർ നിലവിൽ മലപ്പുറത്താണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ വണ്ടി ഈ റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ മലപ്പുറത്തുനിന്ന് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെങ്കിൽ അയാൾ തലേദിവസം വരണം. അയാളെങ്കിലും കാരണവശാൽ ഈ ടെസ്റ്റ് മിസ്സായിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് സക്സസ് ആയില്ല, പിന്നെ ദിവസം ഉണ്ടെന്ന് പറയും. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് നിയറസ്റ്റ് ആയിട്ടുള്ള അവർക്ക് പറ്റുന്ന തൊട്ടടുത്തുള്ള RTO ഓഫീസിൽ പോയി ഈ വണ്ടി ഹാജരാക്കുകയാണെങ്കിൽ ഇതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അടച്ച് രേഖകൾ കൃത്യമാണെങ്കിൽ അവിടെ ഈ വണ്ടിക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുത്തുകൂടെ? ഇത്തരത്തിൽ ഈ ആൾക്കാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന വട്ടം ചുറ്റിക്കുന്ന പരിപാടി സാറേ അത് നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധാരണ പോലുള്ളവർ നിങ്ങൾ ഈ വക കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംസാരിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ ബുദ്ധി ഒതുക്കത്തുള്ളൂ. ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ബസ്സിൽ യാത്ര ചെയ്യുക. ഈ ട്രാൻസ്പോർട്ട് ബസ്സായിട്ട് പ്രൈവറ്റ് ബസ്സായിട്ട് ഏത് ബസ്സിലാക്കിയിട്ട് സാർ ഒരു കാര്യം പ്രത്യേകം ചിന്തിക്കണം. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ. ഈ ബസ്സിൽ നമ്മൾ ഒരു ലോങ് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിലായിക്കോട്ടെ, ശരാശരി ഒരു കേരളത്തിലെ ഒരു പുരുഷന്റെ ചെസ്റ്റ് എത്ര ഇഞ്ച് വരും എന്നുള്ളത് സാർ കണക്കാക്കുക. ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ രൂപം വേണ്ട. ഒരു 70 കിലോ, ഒരു ന്യായമായിട്ട് ഒരു പുരുഷന് ഒരു 70-75 കിലോ വെയിറ്റ് ഉണ്ട്. അയാളുടെ ചെസ്റ്റ് വെയിറ്റ് എത്ര വരും എന്നുള്ള സാറൊക്കെ കണക്ക് വെച്ചിട്ട് ഈ വാഹനത്തിൽ പോകുമ്പോൾ ഇതിന്റെ സീറ്റിന്റെ ആ ചെസ്റ്റ് ഭാഗം വരുന്ന ആ ഭാഗത്തുള്ള സീറ്റിന്റെ വീതി ഒന്ന് സാറിന് കണക്ക് കൂട്ടി നോക്കി. രണ്ടാൾ ഇരിക്കുന്ന സീറ്റില് ഈ ട്രാൻസ്പോർട്ടിലായാലും ഏത് രീതിയിലുള്ള വണ്ടി ആയിക്കോട്ടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുടെ ഈ ചെസ്റ്റിന്റെ പകുതി ഭാഗം വെളിയിലാണ്. ലോങ്ങിൽ നമുക്ക് ഒരു സുഖമായിട്ടുള്ള ഒരു യാത്ര കിട്ടത്തില്ല. സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ആ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ വന്ന് താങ്ങുന്നത് നമ്മുടെ ഈ തോളയിലാണ്. അവരുടെ പൃഷ്ഠഭാഗം കൊണ്ടുവന്ന് താങ്ങി നിർത്തി ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. ഇതൊക്കെ എന്തൊരു വൃത്തിയായിട്ട സംവിധാനം സാറേ. ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയും ഈ കമ്മീഷണറും ഒന്ന് ഈ സാധാരണ ബസ്സിലൊന്ന് യാത്ര ചെയ്ത് അവരൊരു 100 കിലോമീറ്റർ ഒന്ന് ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഇത് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയത്തുള്ളൂ. എത്രയോ കാലം കൊണ്ട് ഈ സംവിധാനങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുകൂടെ? ഈ 3 സീറ്റുള്ളത് 2 സീറ്റാക്കി ആൾക്കാർക്ക് നല്ലപോലെ കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ വീതിക്ക് സീറ്റ് വെച്ച് ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ ലക്ഷറി ബസ് ഈ ലോങ് ബാംഗ്ലൂരൊക്കെ പോകുന്ന KSRTC ആയിട്ട് പ്രൈവറ്റ് ബസ്സായിട്ട് ഏത് വണ്ടി പോകുന്നത് അവർ പിന്നെ ബാക്കിലോട്ട് ഇങ്ങനെ പുഷ് സീറ്റ് വെച്ചിട്ട് ഒന്ന് ഉറങ്ങാനുള്ള സൗകര്യത്തിൽ പോകുമ്പോൾ ഇത് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഈ ആൾക്കാർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യത്തിന് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയാൽ ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അയാൾ നേരെ ഫ്രണ്ടിലോട്ട് ഒന്ന് മൂക്കടിച്ച് വീഴും. ഇതൊന്നും ഇപ്പോഴും നടപ്പിലാക്കുന്നില്ല. വെറുതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫൈൻ ഇടാക്കാൻ, വണ്ടിയുടെ ഉടമയുടെ കയ്യിൽ നിന്ന് ഫൈൻ ഇടാക്കാൻ മാത്രമേ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നോക്കുന്ന ഒരു സംവിധാനങ്ങളും നല്ല കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. വെറുതെ പൈസ ഉണ്ടാക്കുന്ന മാർഗ്ഗങ്ങൾ മാത്രമേ നടക്കുന്നു. സാർ ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ സാറ് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടത് പല വീഡിയോ ആയിട്ട് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സാർ ഇത് വീഡിയോ ആയിട്ട് അയച്ചിട്ട് പബ്ലിക്കിന്റെ ഒരു അഭിപ്രായം അറിയാനും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തണം. ഇങ്ങനെ ഓരോരോ ചെറിയ മാറ്റങ്ങൾ എന്തായാലും വന്നേ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഉപജീവനത്തിനായിട്ട് ആരെങ്കിലും പാവപ്പെട്ട ഒരു ചെറിയ വണ്ടി വെച്ച്, ഉദാഹരണത്തിന് ഒരു ചരക്ക് വണ്ടി, ഒരു പിക്കപ്പ്, മഹീന്ദ്രയുടെ പിക്കപ്പ് ആട്ടെ അല്ലെങ്കിൽ ഒരു ഏസ് വണ്ടി ആട്ടെ, അവരൊരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി ചെറിയ എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ഒരു കവേഡ് വണ്ടി മേടിച്ച് നിൽക്കട്ടെ. അവർക്ക് ഒരുപക്ഷെ ആ കവേഡ് വണ്ടി വെച്ചിട്ട് അവർക്ക് ആ പർപ്പസ് നടക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ കവേഡ് ബോഡി മാറ്റി സാധാ ഓപ്പൺ ബോഡി വെച്ചിട്ട് അവർക്ക് ഈ ലഗേജുകൾ കൊണ്ടുപോകാനും അവർക്ക് എന്താണ് പറ്റുന്നത് വെച്ചാൽ അതനുസരിച്ച് അവർക്ക് ഈ വാഹനം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊടുത്താൽ ഗവൺമെന്റിലേക്ക് കിട്ടേണ്ട നികുതി എന്തായാലും ഇതിനായാലും കിട്ടും. ഒരാളുടെ ഉപജീവനം നല്ല രീതിയിൽ പോകുമല്ലോ. ഇത് കവേഡ് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കവേഡ് വണ്ടിയായിട്ട് തന്നെ ഇരിക്കണം. അവന് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പർപ്പസ് ഉണ്ടെങ്കിൽ വേറെ വണ്ടി മേടിക്കും. എങ്ങനെ നാട് നന്നാകും? കാരണം ഈ അധ്വാനിക്കുന്ന പൈസ അവന്റെ കയ്യിൽ അവന്റെ കുടുംബത്തിലുണ്ടെങ്കിലല്ലേ അത് നല്ല രീതിയിൽ പോകത്തുള്ളൂ. ഈ സമ്പാദിക്കുന്ന പൈസ എല്ലാം ഇങ്ങനെ നികുതി കൊടുത്ത് ആൾക്കാർ ക്ഷീണിക്കുവാണെങ്കിൽ എങ്ങനെയാണ് കുടുംബം നന്നാകുന്നത്? 4-5 ലക്ഷം കോടി കടമുള്ള ഈ ഗവൺമെന്റ് ഇത്തരം ശരിയല്ലാത്ത നിയമങ്ങൾ സ്ട്രിക്റ്റാക്കി ആൾക്കാരെ പൊട്ടിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒഴിവായിട്ട് വേറെ നാട്ടിൽ പോയിട്ട് ജീവിക്കാൻ നോക്കുകയാണ്. സാർ ഇത് കേട്ടിട്ട് ഇതിനൊക്കെ ഒരു മറുപടി വീഡിയോ തയ്യാറാക്കിയിട്ട് സാർ അയച്ചിട്ട് ഈ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തി ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ തോന്നിയ ചെറിയ ആശയങ്ങൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ശരിയോ തെറ്റോ എനിക്കറിയില്ല.